അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തു യാസീൻ 17 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി അല്ലേ. ഇൻഷാ അല്ലാഹ് 18ാമത്തെ ആയത്തൊന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ ഇന്നാ തതയ്യർനാ ബികും لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. തജ്വീദ് നിയമം ഒന്ന് പറയാട്ടോ. ഖാലൂ, ഇവിടെ നോക്കൂ. ഖാലൂ, ഇവിടെ ഒരു പദത്തിൽ മദ് വന്നിട്ടുണ്ട്, മറ്റൊരു പദത്തിൽ ഹംസ വന്നിട്ടുണ്ട്. നമ്മൾ മുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ആയത്തുകളിൽ പറഞ്ഞ് പഠിച്ചതാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ എത്രയാ ദീർഘിപ്പിക്കൽ? 2 അനക്കം മുതൽ 4 അനക്കം വരെ, 2 ഹറക്കത്തിൻ്റെ ടൈം മുതൽ 4 ഹറക്കത്തിൻ്റെ ടൈം വരെ നമുക്ക് ദീർഘിപ്പിച്ചോതാം. ഓക്കെ. ഖാലൂ ഇന്ന, നൂനിൻ്റെ മുകളിൽ ശ്രദ്ധയും വന്നിട്ടുണ്ട്, നൂനിൻ്റെ കൂടെ തന്നെ മദ്ദും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി മണിച്ചൊടുക്കുകയും വേണം, 2 അനക്കം അവിടെ നീട്ടുകയും വേണം. ഇന്ന തതയ്യർന, ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് ത. തതയ്യർന, യൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, യനൊന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. തതയ്യർന, ഇവിടെ നൂനിനെ 2 അനക്കം നീട്ടി കൊടുക്കുക, അലിഫ് മദ് വന്നിട്ടുണ്ട്. ബിക്കും, ബിക്കും, ഇവിടെ നമ്മൾ നിർത്തുകയാണെങ്കിലും അല്ലെങ്കിലും അവിടെ മീമിനെ നന്നായിട്ട് വ്യക്തമായിട്ട് ഓതി കൊടുക്കുക കേട്ടോ. ബിക്കും. ഓക്കെ. ഇവിടെ നമുക്ക് നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. നിർത്തണമെങ്കിൽ നമുക്ക് നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവണമെങ്കിൽ ഓതി പോവുകയും ചെയ്യാം. ഓക്കെ. കൂട്ടിച്ചേർത്ത് ഓതി പോകുമ്പോൾ ബിക്കും ലഇല്ലം തൻതഹു ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതും, ഇല്ലെങ്കിൽ നിർത്തുകയാണെങ്കിൽ ബിക്കും എന്ന് പറഞ്ഞ് നിർത്താം. ഓക്കെ. ലഇല്ലം, നൂനിൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ. ഈ സുക്കൂനില്ലാത്ത നൂനിന് ശേഷം ലാമ് വന്നാൽ നമ്മളവിടെ കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ അവിടെ മണിക്കാൻ പാടില്ല. ലഇല്ലം എന്ന് നമ്മളവിടെ കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കരുത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണം. ലഇല്ലം, ലാൻ്റെ മുകളിൽ ശ്രദ്ധയും ഉണ്ട്, ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. ലഇല്ലം, മീമിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, വ്യക്തമായിട്ട് ലം എന്ന് വ്യക്തമാക്കി കൊടുക്കുക. തൻതഹു, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല കേട്ടോ, തൻ എന്ന് ഓതരുത്. തൻതഹു, ഇവിടെ വൗ മദ് വന്നിട്ടുണ്ട്, ഇവിടെ 2 അനക്കം നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ലനർജുമന്നകും, നൂൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാലും മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നാലും നന്നായിട്ട് മണിച്ചോദണേ. ലനർജുമന്നകും, മീമിനെ വ്യക്തമാക്കി ഓതണേ ഇവിടെ. വലയമസ്സന്നകും, വലയമസ്സ, സാൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, ആ സീനിനെ ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. സ. അതുപോലെ നൂൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, അവിടെ നന്നായിട്ട് മണിച്ചു കൊടുക്കണേ. മസ്സന്നകും, നൂനെ നമ്മൾ പ്രത്യേകം മണിച്ചു കൊടുക്കുമല്ലോ അല്ലേ, നൂനെയും മീമിനെയും. മസ്സന്നകും മിന്ന, നോക്കൂ, മീമിന് ശേഷം മീമ് വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. അത് നമ്മൾ പ്രത്യേക മീമിൻ്റെ ഒരു നിയമമാണ്, നമ്മൾ മുൻപേ പറയുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. വലയമസ്സന്നകും മിന്ന, ഇവിടെ നോക്കൂ, നൂനിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, നൂനിൻ്റെ കൂടെ തന്നെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ നൂനിനെ നന്നായിട്ട് മണിക്കുകയും വേണം, 2 അനക്കം നീട്ടുകയും വേണം. മിന്ന അദാബുൻ, അദാലിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. അദാബുൻ, ബുൻ, ലൊമ്മ വന്നിരിക്കുന്ന രൂപം നോക്കൂ, 2 ഒരുമിച്ച് ചേർന്ന് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ അവിടെ വ്യക്തമായിട്ട് അദാബുൻ എന്ന് ഓതി കൊടുക്കണേ. അദാബുൻ അലീം, നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. ഖാലൂ طائركم معكم أئن
ذكرتم بل أنتم قوم مسرفون. തജ്വീദ് നിയമം ഒന്ന് നോക്കാം. ഖാലൂ, ഇവിടെ നോക്കൂ, ഇവിടെ രണ്ടനക്കം നീട്ടണം. ഇവിടെ അലിഫ് വാവ് മദ് വന്നതുകൊണ്ട് ഇവിടെ രണ്ടനക്കം നീട്ടണം. ഖാലൂ. ഓക്കെ. ഖാലൂ ത്വാഇറുക്കും. ത്വാഇ. നോക്കൂ, ഇവിടെ മദ് വന്നിട്ടുണ്ട് അല്ലേ? മദ് വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ പദത്തിൽ തന്നെ ഹംസയും വന്നിട്ടുണ്ട്. ത്വാഇ. കണ്ട ഹംസ വന്നത്? ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ ദീർഘിപ്പിക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ 4 5 അനക്കം നന്നായിട്ട് അവിടെ നീട്ടിക്കൊടുക്കണം. ഓക്കെ, അതവിടെ നീട്ടിക്കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. ത്വാഇറുക്കും. ഓക്കെ. പിന്നെ മീമിന് ശേഷം മീമു വന്നാൽ, നമ്മൾ പറഞ്ഞതാണ് മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. ത്വാഇറുക്കും മഅക്കും. ഓക്കെ. മഅക്കും. മഅ ഐനാണ് കേട്ടോ. മഅക്കും എന്നോതരുത്. മഅക്കും. മീമിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കുക കേട്ടോ. നൂന്റെ മുകളിൽ സുക്കൂനില്ല. ഇൻ എന്നോതരുത്. നാവ് മുകളിൽ തട്ടരുത് കേട്ടോ. ചുണ്ടിൻ്റെയും പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് വേണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഓതാൻ കഴിയും. ദുഃഖിർത്തും. കാഫിന് ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ചോതി കൊടുക്കുക കേട്ടോ. ദുഃഖിർ. ഇവിടെ ദുഃഖിർ എന്ന് ഓതൂല, ദുഃഖിർ. കാരണം റോയിന് സുക്കൂന് വന്നിട്ട് വരികയും റോയിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസ്ര വരികയും ചെയ്താൽ റോയിൻ്റെ ശബ്ദം ലൈറ്റായിട്ട് ര് എന്ന് മാറും. അപ്പോൾ ദുഃഖിർ. ഓക്കെ, അങ്ങനെ ഓതണം കേട്ടോ. ദുഃഖിർത്തും. നമുക്കിവിടെ ഇവിടെ നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവാം. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതുമ്പം ദുഃഖിർത്തും ബൽ അല്ലേ? അവിടെ ഒരു മണിക്കൽ നടക്കുന്നുണ്ട്. വ്യക്തമാക്കില്ല. അവിടെ ഒരു മണിക്കലോട് കൂടിയിട്ടാണ് നമ്മളവിടെ മറച്ച് മണിക്കുകയാണ് ചെയ്യുന്നത്. ദുഃഖിർത്തും ബൽ. ഓക്കെ, ഒരു മറച്ച് മണിച്ചോതുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. ബൽ. ലാമിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. എന്ത് ചെയ്യുക? ബൽ. ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഖൗമും. ഖാഫിനെ ശ്രദ്ധിച്ചു പറയണം കേട്ടോ. ഖാഫിനെ ശ്രദ്ധിച്ചു പറയണം. നാവിൻ്റെ മുരട് ഭാഗത്ത് നിന്ന് വരുന്ന ലെറ്ററാണ് ഖ. ഓക്കെ. ഖൗമും. മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. നമുക്ക് പഠിച്ചതാണ് അല്ലേ? മുസ്രിഫൂൻ. ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. മുസ്രിഫൂൻ. ഓക്കെ, നീട്ടി ഓതി നിർത്തുക ഇൻഷാ അല്ലാഹ്. അടുത്തതായി 20ാമത്തെ ആയത്ത്. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. തജ്വീദ് ഒന്ന് നോക്കാം കേട്ടോ. വജാഅ. ചുണ്ട് കൂർപ്പിച്ച് പറയണം കേട്ടോ. വജാഅ. ഇവിടെ ഒറ്റ പദത്തിൽ മദ്ദിന് ശേഷം ഒറ്റ പദത്തിൽ ഹംസ വന്നു അല്ലേ? അപ്പം നമ്മളവിടെ എത്രയാണ് നീട്ടിക്കൊടുക്കേണ്ടത്? 4 അല്ലെങ്കിൽ 5 ഹറക്കത്തിൻ്റെ അളവിൽ നമ്മൾ നീട്ടിക്കൊടുക്കണം. ഓക്കെ. മിൻ. ഇവിടെ നൂൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ വ്യക്തമായിട്ട് മിൻ എന്ന് ഓതി കൊടുക്കണേ. മിൻ. ഖാഫിൻ്റെ മുകളിൽ സുക്കൂന് വന്നാൽ നമുക്കറിയാവുന്നതാണ് അല്ലേ? ഫുള്ള് സുക്കൂന് അവിടെ കൊടുക്കണം. സോന നീട്ടാനുണ്ട് ഇവിടെ, പക്ഷേ നമ്മളവിടെ നീട്ടില്ല. കാരണം ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? മദ് വന്നിട്ടുണ്ട്, 2 അനക്കം നീട്ടുക കേട്ടോ. മദീനത്തി റജുലുൻ യസ്ആ. റജുലുൻ. ഇവിടെ നോക്കൂ, തെൻവീന് ശേഷം യ ആണ് വരുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. റജുലുൻ യസ്ആ.
മദീനത്തി റജുലുൻ ലുയ്യ ഈ രൂപത്തിൽ കേട്ടോ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. യെസ് ആ അയിനിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് അലിഫ് ഉണ്ട് അല്ലേ, അപ്പോൾ രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക കേട്ടോ. യെസ് കോലയ കോല ഇവിടെ രണ്ടനക്ക് നീട്ടിക്കൊടുക്കണേ. കോലയ കൗമിത്തബിഉ മിത്ത നമ്മൾ മീമിൽ നിന്നും നേരെ തയിലേക്ക് വന്നു അല്ലേ. ഹംസത്തുൽ വസലിന് ശബ്ദമൊന്നും അവിടെ ഇല്ലാത്തത് കാരണം നമ്മൾ കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതി. ഓക്കെ, തൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ടേ, ഒന്ന് കനപ്പിച്ചു കൊടുക്കണം കേട്ടോ. തബിഉൽ ഇവിടെ ഊനെ നീട്ടാനുണ്ട്, പക്ഷെ നീട്ടില്ല. കാരണം എന്താ, നമുക്കറിയാവുന്നതാണ് ഹംസത്തുൽ വസലിൻ്റെ മുന്നേ നീട്ടാനുള്ള ലെറ്റേഴ്സ് വന്നാൽ നീട്ടില്ല. അപ്പം എന്ത് ചെയ്യും, കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും. തബിഉൽ മുർസലീൻ തബിഉൽ മുർസലീൻ നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.